ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ രാവിലെ എണീച്ചു, ജിമ്മിൽ പോകാമെന്ന് വിചാരിച്ചു. റോഷനെ വിളിക്കാൻ പോവാം. റോഷൻ വരുന്നുണ്ട്, വരാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ന് അവന് ക്ലാസ് ഉള്ളതാണ്, അതുകൊണ്ട് അവൻ വരുമെന്ന് തോന്നുന്നില്ല. വീടിനെ കൊണ്ട് ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് വിളിച്ച്. വെറുതെ ചിലപ്പോൾ ഉണ്ടായിപ്പോയിരിക്കും. അപ്പോൾ അതൊക്കെ മാറി ചിലപ്പോൾ വല്ല പല്ല് പോലും തേക്കാതിരിപ്പുണ്ടായിരിക്കും. എന്നാലും സാരമില്ല, നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. എന്നിട്ട് അവനെയും വിളിച്ച് ജിമ്മിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പം എല്ലാവരും രാവിലെ എണീച്ച് എന്നെ പോലെ ജിമ്മിൽ പോയി മസ്കില്ല വർക്കൗട്ട് ചെയ്യാൻ നോക്കും. അപ്പോൾ ഗൈസ്, 1 മണിക്കൂർ പോസ്റ്റ് വന്നിട്ട് റോഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ മുഖത്ത് ഇപ്പോൾ ഒരിക്കൽ വഴക്കുണ്ടാക്കിയാണ്. ഞാൻ ഇവിടെ വണ്ടിയിട്ടേക്ക് വരുന്നത്, ഞാൻ ടർലോട്ട് നോക്കിയിരിക്കുന്നു. അപ്പോൾ പുറകിൽ നിന്ന് ഹോൺ അടിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇത് സൈഡിൽ കൂടെ ഒരു ടിയാഗോ അല്ല, മറ്റേ ടൈഗുഡ് മഞ്ഞ സൈഡിൽ വന്നിട്ടുണ്ട്. എന്ത് കാണിക്കുമെന്ന് ഞാൻ മൈൻഡ് ചെയ്തില്ല. പക്ഷെ എന്താ നമ്മുടെ ചാനലിനോട് പറയാനുള്ള, വ്ളോഗിനോട് പറയാനുള്ള പ്രേക്ഷകരോട്? അതൊന്നും ഇപ്പം പറയില്ല, അത് സമയമില്ല. ഏത് മറ്റേ കുട്ടികൾ, റോഷന്റെ പെണ്ണ്. നമുക്ക് യൂട്യൂബ് ചാനലല്ലേ, നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെയല്ലേ, തെറ്റല്ലല്ലോ. നമ്മൾ ഫ്ലൈ അടിക്കാൻ പോവാണ്. വെയിറ്റ് കാണിക്കട്ടെ, കാണിക്കട്ടെ. റോഷൻ ബെഡൊക്കെ അടിക്കാൻ പോവാണ്. നമ്മളൊരു പ്രസ് കഴിഞ്ഞ്, പ്രസ് 3 സെറ്റ് ഉണ്ട്. വെയിറ്റ് ഒന്നും എടുക്കാൻ പോലും പറ്റുന്നില്ല. ബെഡൊക്കെ കളിക്കാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പം റോഷൻ ബെഡൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സെക്കൻഡ് ലാസ്റ്റ് ഗെയിമാണ്. ഇതുകൂടെ കഴിഞ്ഞാൽ ഒരു ഗെയിമും കൂടെ. അതിലൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇന്നത്തെ. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി ആദിലൊക്കെ വരുന്നുണ്ട്, ഒന്ന് ചാടിയാൽ പോകണം. അപ്പോൾ ഇനി അവന്മാർ വന്നിട്ടാണ്. സമയപരിമിതി കാരണം ഡിപ്സ് 3 സെറ്റായിട്ട് കളിക്കാൻ നിൽക്കുന്നില്ല. കാരണം നമ്മൾ 15, 12, 10 അടിക്കുന്നു. അതൊന്നുമില്ല, സത്യസന്ധമായിട്ട് പറഞ്ഞേക്കാം. നമ്മൾ 30 എണ്ണം ഒന്നും ചോദിച്ചാൽ പോയേക്കും, സമയമില്ല. അപ്പം മനസ്സിനൊരു വർക്കൗട്ട് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ മനസ്സിന് ചെറിയൊരു സമാധാനം, കുറ്റബോധം വരുന്നില്ല. ചെയ്തില്ലല്ലോ എന്നുള്ളത് അല്ല പക്ഷേ. അപ്പോൾ ഇനി ശരിക്കും അവന്മാർ വന്നിട്ടാണ് ബൈ. അപ്പോൾ ഗൈസ്, നമ്മൾ പൊന്നുവിനെയൊക്കെ കോളേജിലോട്ട് പോവാണ്. പൊന്നുണ്ട്, റോഷനുണ്ട്, അതിലൊരു ഹായ് പറഞ്ഞേ. റോഷൻ്റെ അതിൽ ഹായ് പറഞ്ഞേ. അതിലെ പൊന്നുവിനെ ആക്കിയിട്ട് നമ്മൾ അങ്ങോട്ടാ പോകുന്ന. നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് അത് പറയണ്ട, അവിടെ ചെന്നിട്ട് സംസാരിക്കാം. അപ്പോൾ നമ്മൾ പൊന്നുവിനെ ആക്കിയിട്ട് കോളേജിൽ പോയി പൊന്നുവിനെ ആക്കിയിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ പുറകെ കാണിക്കാം. ചേട്ടൻ അപ്പോൾ ഓക്കെ ബൈ. പൊന്നു എന്താ പറയാനുള്ള നമ്മുടെ ചാനൽ തുടങ്ങിയതിനെ പറ്റി? അതെന്താ പൊന്നിന്റെ അഭിപ്രായം? എത്ര വയസ്സുണ്ട്? ഇതെന്താ താമ സംസാരിക്കുന്നത്? വിജയിച്ച് കണ്ടാൽ മതി എന്നൊക്കെ. അപ്പോൾ ഓക്കെ ബൈ. ഇത് ഇച്ചിരി പാടുള്ള പരിപാടി. ഇങ്ങനെ പിടിക്കുന്ന കൈ നല്ലവരെ കഴിക്കും. അപ്പോൾ ഗൈസ്, നാസിഫ് വന്നിട്ടുണ്ട്. നമ്മൾ 4 പേരും കൂടെ, ഞാനും റോഷനും ജിമ്മിൽ പോയിട്ട് ഇറങ്ങിയതാണ്. ഇവന്മാർ എന്തോ ഓൺലൈൻ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് നടക്കുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് വന്നു. ഇനി നമ്മളെവിടെ പോവാ? അതിലെ ദൂരിക്കാണ്. അതിലെ സ്ഥലത്ത് പോവാ. ദൂരിക്കാണ്. നമ്മളവിടെ പോവാ. നമ്മളൊരു സ്ഥലത്ത് പോവാണ്. ഏത് സ്ഥലം പറ, നമ്മളെവിടെ പോകുന്നത്? അവിടെ ചെന്നിട്ട് കാണിക്കാം. സർപ്രൈസ് ആണ്. നമ്മളൊരു കിഡിലെ ഒരു ഫുഡ് കഴിക്കാൻ പോവാണ്. അതെ, നമ്മൾ കിഡിലെ ഒരു ഫുഡ് സ്പോട്ടിലാണ് പോകുന്നത്. കിഡിലല്ലേ? കിഡിലെന്ന് പറഞ്ഞാൽ കിഡില. നാളെ പഴംപൊരിയും ബീഫും ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ അയ്യോ അത് കുഴപ്പമില്ല. അപ്പം അവിടെ ചെന്നിട്ട് ഓക്കെ യൂട്യൂബ് ചാനൽ കാണിച്ച് അതെ വേറെ ഇന്ന് ഫുൾ അവിടെ ചെന്നിട്ട് ടിസ്റ്റാണ്. അതിനെന്ത് പറയാനുള്ള? നീ ഇതിന്റെ ചുമ്മാ ഊരിയും വെച്ചും കളിക്കുന്ന ക്യാപ്ചർ ചെയ്യുന്ന നല്ലതായിരിക്കും. പുറകിൽ എന്തെങ്കിലും നടക്കും. നീ തെറി പറഞ്ഞ നിന്റെ ഒരു തെറി കാരണം ഞാൻ മറ്റേ വീഡിയോ നീയുള്ള 2 വീഡിയോ നമ്മൾ എടുത്തിട്ടുള്ളൂ. 2 വീഡിയോക്ക് മൊത്തം
ബീപ്പാ ഓട്ടോ സേഫ് ആയിട്ട് പറയുന്നത്. ഓട്ടോ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ അവിടെ ഇത് കിടക്കുന്നുണ്ടായിരുന്നു. ഇത് റാസി ഉറങ്ങിപ്പോയി റാസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൂട്ടുകാരനാ. അവൻ ഇച്ചിരി വണ്ണമുണ്ട്. അപ്പൊ ഇവന്മാര് അപ്പൊ ഇവന്മാർ അത് ബ്രേക്ക് ഒറ്റയടിക്ക് കിട്ടും, അത് കയറി പോകുള്ളൂ. അപ്പൊ ഇവന്മാര് പറയുന്നത് റാസിയെ കാണാൻ മറ്റേ ടാറ്റ നാനോ പോലെ ഇരിക്കുന്നതാണ്. ഇവന്മാര് വണ്ടി ഓടിക്കുന്നത് വളരെ മോശമായിട്ടാണ്. ഇതൊക്കെ നീ കട്ടിയേണ്ടി വരും. ഈ ചെറുക്കന്റെ ഒരു കാര്യം, ഒരു ആപ്പാട് സ്റ്റിയറിംഗ് ആയിട്ടായിട്ടില്ല, പഞ്ചറായ ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ. ആ ബസ് അങ്ങോട്ട്, ഈ ബസ് ഇങ്ങോട്ട്. ചേട്ടൻ അങ്ങോട്ട് ഞാൻ ഇതുപോലെ ഇതുപോലെ നിന്റെ ചാനൽ സസ്പെൻഡ് ആയി പോയിക്കോളൂ ആൾക്കാർ. ഈ പഴച്ച ചെറുക്കന്റെ ഉടുത്തു പോയി. ഇതിലൊന്നും പോകത്തില്ല. പ്ലീസ് യൂട്യൂബ് പ്ലീസ് സസ്പെൻഡ് ചെയ്യും. അപ്പം ബാക്കി എന്താന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ടാണ്. അപ്പം റോഷനും ആദിലും നാസിഫും അങ്ങനെ പറയണ്ടല്ലേ. പോട്ടെ, കഴിച്ചിട്ട് വരാം. വലിയ ഭയങ്കര കഴിക്കാൻ രാജായിക്കടുത്ത്. അപ്പം നമ്മുടെ ഫ്രണ്ടായിരുന്നു അത്, രവീന്ദ്രൻ പള്ളാത്തുരുത്തി. ഇതാണ് അടേ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നടാ? അടേ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? ഇതാണ് വേമ്പനാട്ട് കായൽ ആണ്. ഇതെന്തോ കായൽ. ഇതെല്ലാം ഹൗസ് ബോട്ട് പാർക്ക് ചെയ്തിരിക്കുന്നു. ഗസ്റ്റ് ഉണ്ടായിരിക്കും. ഇവിടെയാണ് കഴിഞ്ഞ ആഴ്ച ജയസൂര്യയും ജയസൂര്യയുടെ വൈഫും കഴിക്കാൻ വന്നതെന്ന് ഉമ്മാർ പറയുന്നത്. എനിക്കറിയില്ല ഏതാണ് ഈ കടയിൽ. നല്ല രസമുണ്ട് കാണാൻ. ഞാൻ ഒരു വട്ടം എന്താ വന്നിട്ടുള്ളൂ ഇവിടെ. കൈയൊക്കെ കഴുകുന്നുണ്ട് പിള്ളേർ. അപ്പോൾ നമ്മളിവിടെ നല്ല പഴംപൊരിയും ബീഫും കഴിക്കാൻ വന്നതാണ്. നല്ല ഫുഡാണോ ഇവിടുത്തെ? എങ്ങനെ അഭിപ്രായം നിന്റെ? സമ്മന ബ്രോ, ഇവിടുത്തെ ഫുഡ് സമ്മനാണോ? അപ്പോൾ കർണാടക വണ്ടിയായിരുന്നല്ലേ? ഇരുട്ടാണല്ലോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് കഴിച്ചിട്ട് വേണം ബാക്കി. നമ്മുടെ പഴംപൊരി വന്നിട്ടുണ്ട്. കൊള്ളാമെന്നാണ് റോഷൻ പറയുന്നത്. ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കണം. ഇത് കുഴച്ച് കഴിക്കണം. അപ്പം കഴിച്ചിട്ടാണ്. അതിൽ കൊള്ളോ നാസിഫുറു എങ്ങനെ? അപ്പോൾ ഓക്കെ, കഴിച്ചിട്ടാണ്. പൈസ കൊടുത്താ? അപ്പം വെള്ളമൊക്കെ പോകുന്നുണ്ട് ഇതുവഴി. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഖാലിദ് റഹ്മാൻ, മറ്റേ ഏതൊരു സിനിമ ഡയറക്ടർ. ഷൈജു ഏട്ടൻ. ബ്രോ ഫുഡ് സൂപ്പർ അല്ലായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു, നല്ല ഫുഡ്. അപ്പോൾ കഴിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. കടയുടെ പേര് റോഷനെ അറിയത്തുള്ളൂ. എന്ത് വന്നു അതിലെന്തിനും പറയണ്ടോ? ഒന്നും പറയില്ല. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. അപ്പോൾ ഇനി വീഡിയോസ് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് കാണണമെങ്കിൽ അതിലെന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ അമർത്തണം. That's it. ലൈക്ക് ഷെയർ കമന്റ്. ലൈക്ക് ഷെയർ കമന്റ് എല്ലാം ചെയ്യുക. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക. നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക.